ഈ ചിത്രം കണ്ടോ? കുളം കലക്കുന്ന കുറെ കുതിരകളും ആ വെള്ളത്തിൽ നിറയെ പാമ്പുകളും. കുറെ അധികം വർഷങ്ങളായിട്ട് അധികമാരും വിശ്വസിക്കാതിരുന്ന ഒരു കാര്യം ഈ ചിത്രത്തിന് പറയാനുണ്ട്. ആദ്യം തന്നെ പറയാം, ആ ചിത്രത്തിലുള്ളത് പാമ്പുകളല്ല, ഇലക്ട്രിക് ഈലുകളാണ്. 1800 പ്രകൃതി ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഹംബോൾട്ട് ഇലക്ട്രിക് ഈലുകളെ കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് സൗത്ത് അമേരിക്കയിലെ ഒറിനോക്കോ നദീതടത്ത് എത്തുന്നു. അവിടെ വെച്ച് ഇലക്ട്രിക് ഈലുകളെ ഷോക്ക് ഏൽക്കാതെ പിടിക്കാൻ കണ്ടെത്തിയ വഴിയാണ് നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിലുള്ളത്. അവിടുത്തെ ലോക്കൽസിന്റെ ഇലക്ട്രിക് ഈലുകളെ പിടിക്കാനുള്ള ടെക്നിക് ആയിരിക്കാം, അല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ തന്നെ ഐഡിയ ആയിരിക്കാം, ഇലക്ട്രിക് ഈലുകളുള്ള വെള്ളത്തിലേക്ക് ഒരു കൂട്ടം കുതിരകളെ ഇറക്കിവിട്ട് നടത്തിച്ച് ത്രെറ്റ് കൊടുത്താല് ഈലുകൾ പ്രൊവോക്ക് ആവുകയും അവ ശരീരത്തിലെ ഷോക്ക് മുഴുവൻ പുറത്തുവിടുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്താല് ഈലുകളെ ഷോക്ക് ഏൽക്കാതെ ഈസി ആയിട്ട് പിടിക്കാം. അവർ ഈലിനെ പിടിക്കുന്നതിൽ അങ്ങനെ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചിത്രത്തില് ആളുകൾ വിശ്വസിക്കാതിരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഇലക്ട്രിക് ഈലുകൾ ഷോക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്ന് കുതിരയുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് കൊടുത്ത് ഷോക്ക് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യമാണ്. ഇലക്ട്രിക് ഈലുകളുടെ ഈ ഒരു സ്വഭാവം സയന്റിഫിക്കലി ഇതുവരെ തെളിയിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ആരും ഈ കഥ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് 2016 ഡോക്ടർ കെന്നത്ത് കറ്റാനിയ എന്ന ബയോളജിസ്റ്റ് ഇലക്ട്രിക് ഈൽസിൽ നടത്തിയ ഗവേഷണത്തിനിടയിലാണ് ഈലുകൾ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് ശത്രുവിന്റെ ശരീരത്തിലേക്ക് ചിഹ്നം മുട്ടിച്ച് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് ഡെലിവർ ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം തെളിഞ്ഞത്. അങ്ങനെ ഇത് സത്യമാണെന്ന് തെളിഞ്ഞതോടെ അന്നത്തെ ധീരന്മാരായ ഇലക്ട്രിക് ഈലുകൾക്കും വീരമൃത്യു വരിച്ച 2 കുതിരകൾക്കും നീതി കിട്ടി.